ഇന്ത്യൻ T20 ക്രിക്കറ്റ് ടീമിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസന്റെ ഭാവി വീണ്ടും കടുത്ത അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. സ്ഥിരമായ അവസരങ്ങളോ പ്ലേയിങ് 11-ൽ ഉറച്ച സ്ഥാനമോ ഇല്ലാതെ നീണ്ട കാലയളവായി തഴയപ്പെടുന്ന സഞ്ജുവിന് ഇനി ദേശീയ ടീമിൽ വലിയ പ്രതീക്ഷകൾ വേണ്ട എന്ന മുൻ ഇതിഹാസ ഓഫ് സ്പിന്നർ അശ്വിന്റെ നിരീക്ഷണം ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മികച്ച പ്രതിഭയുണ്ടായിട്ടും ടീം മാനേജ്മെന്റിന്റെയും തന്ത്രപരമായ തീരുമാനങ്ങൾ കാരണം ഒരു താരത്തിന്റെ കരിയർ എങ്ങനെ പ്രതിസന്ധിയിലാകുന്നു എന്നതിന്റെ ഉദാഹരണമായി സഞ്ജുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വിലയിരുത്തപ്പെടുന്നു. T20 ഫോർമാറ്റിൽ ഒരു കാലത്ത് ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരിൽ ഒരാളായി പരിഗണിക്കപ്പെട്ടിരുന്ന സഞ്ജു നിലവിൽ ടീമിന്റെ ബെഞ്ചിലിരുന്ന് കളി കാണേണ്ട അവസ്ഥയിലാണ്. അവസാനത്തെ ഓസ്ട്രേലിയൻ പര്യടനത്തിലെ ഭൂരിഭാഗം മത്സരങ്ങളിലും സഞ്ജുവിന് പുറത്തിരിക്കേണ്ടി വന്നു. തുടർന്ന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടക്കുന്ന T20 പരമ്പരയിലും അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ T20-ൽ ജിതേഷ് ശർമ്മയാണ് ഇന്ത്യ വിക്കറ്റ് കീപ്പർ റോളിൽ കളിപ്പിച്ചത്. ജിതേഷിന്റെ പ്രധാന പ്രത്യേകത അദ്ദേഹത്തിന്റെ ഫിനിഷർ റോളിലുള്ള മിടുക്കാണ്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോലുള്ള ടീമുകളിൽ അദ്ദേഹം ഈ റോൾ വിജയകരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ടീമിന് മധ്യനിരയിൽ ഒരു ആക്രമണകാരിയായ ഫിനിഷറെ ആവശ്യമുള്ളതിനാൽ ടീം മാനേജ്മെന്റ് ഈ റോളിലേക്ക് ജിതേഷിനെ തിരഞ്ഞെടുക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കഴിഞ്ഞ ഏഷ്യ കപ്പോടെ ഇന്ത്യൻ T20 ടീമിന്റെ ചിത്രമാകെ മാറിയിരിക്കുകയാണ്. നിലവിൽ പ്ലേയിങ് 11-ൽ സഞ്ജുവിന് ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത അവസ്ഥയാണ്. സഞ്ജു സാംസൺ ടീമിൽ തഴയപ്പെടുമ്പോഴെല്ലാം അദ്ദേഹത്തിന് മതിയായ അവസരങ്ങൾ ലഭിച്ചോ എന്ന തരത്തിൽ വലിയ ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം വിരാമം ഇടുന്ന ഒരു കാരണം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് അശ്വിൻ. T20 ടീമിലേക്ക് വൈസ് ക്യാപ്റ്റനായി ഗിൽ മടങ്ങിയെത്തിയ നിമിഷം മുതൽ സഞ്ജുവിന്റെ വിധി കുറിക്കപ്പെട്ടിരിക്കുകയാണ്. അശ്വിന്റെ അഭിപ്രായത്തിൽ കേവലം കളിക്കാരൻ എന്നതിലുപരി വൈസ് ക്യാപ്റ്റൻ എന്ന പദവി ഗിൽ വഹിക്കുന്നിടത്തോളം കാലം സഞ്ജുവിന്റെ പ്ലേയിങ് 11 സാധ്യതകൾക്ക് അത് വലിയ ഭീഷണിയാണ്. നേതൃത്വ നിരയിലുള്ള ഒരു കളിക്കാരന് പ്ലേയിങ് 11-ൽ സ്ഥാനം നൽകാൻ ടീം മാനേജ്മെന്റ് എപ്പോഴും ശ്രദ്ധിക്കും. ഇത് സഞ്ജുവിന്റെ സാധ്യതകളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. അതിനാൽ ഇനി പ്ലേയിങ് 11-ന്റെ ഭാഗമാവുകയെന്നത് സഞ്ജുവിന് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കുമെന്നും അശ്വിൻ വിശദമാക്കി. സഞ്ജുവിന്റെ കഴിവിനെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണമെങ്കിൽ അദ്ദേഹത്തെ ഏത് പൊസിഷനിൽ കളിപ്പിക്കണം എന്നതിനെക്കുറിച്ചും അശ്വിന്റെ നിലപാട് വ്യക്തമാണ്. T20 ക്രിക്കറ്റിൽ സഞ്ജു 5-ാം നമ്പറിൽ വേണ്ടത്ര കളിച്ചിട്ടില്ല. ഫിനിഷറുടെ റോളിലുള്ള മിടുക്ക് കാരണം ജിതേഷ് ശർമ്മയെ പോലുള്ള താരങ്ങൾ ടീമിൽ ഇടം നേടുമ്പോൾ ആ റോളിൽ ഇറങ്ങിയാൽ സഞ്ജുവിന് ബാറ്റിംഗിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചേക്കില്ല എന്നും അശ്വിൻ പറയുന്നു. ദക്ഷിണാഫ്രിക്കയുമായുള്ള ശേഷിച്ച മത്സരങ്ങളിൽ സഞ്ജുവിനെ കളിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് 3-ാം നമ്പറിലായിരിക്കണമെന്നും അശ്വിൻ ശക്തമായി അഭിപ്രായപ്പെടുന്നു. 3-ാം നമ്പറിൽ ബാറ്റിംഗിന് ആവശ്യമായ സമയം ലഭിക്കുകയും തന്റെ സ്വാഭാവിക ശൈലിയിൽ കളിക്കുകയും ചെയ്താൽ മാത്രമേ സഞ്ജുവിന് ടീമിന് വേണ്ടി മികച്ച പ്രകടനം നടത്താൻ സാധിക്കൂ. സഞ്ജുവിനെ 3-ാം നമ്പറിൽ തന്നെ ഇറക്കണം, സ്പിന്നർമാർക്കെതിരെ ഉപയോഗിക്കുകയും വേണമെന്നും അശ്വിൻ കൂട്ടിച്ചേർത്തു. മികച്ച സ്പിൻ ബൗളിങ്ങിനെതിരെ ആക്രമിച്ച് കളിക്കാനുള്ള സഞ്ജുവിന്റെ കഴിവ് പരിഗണിച്ച് മധ്യ ഓവറുകളിൽ അദ്ദേഹത്തെ ഉപയോഗിക്കുന്നത് ടീമിന് ഗുണം ചെയ്യുമെന്നതാണ് ഈ നിർദ്ദേശത്തിന് പിന്നിൽ. സഞ്ജുവിന്റെ കരിയറിന് ഭീഷണിയായി അശ്വിൻ ചൂണ്ടിക്കാണിക്കുന്ന ഗിൽ പോലും നിലവിൽ T20 ഫോർമാറ്റിൽ മോശം ഫോമിലാണ് കളിക്കുന്നത്. ഒരു വർഷത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് UAE വേദിയായ ഏഷ്യ കപ്പിലൂടെ ഗിൽ ഇന്ത്യൻ T20 ടീമിലേക്ക് തിരിച്ചു വിളിക്കപ്പെട്ടത്. തിരിച്ചുവരവിന് ശേഷം ഓപ്പണിംഗ് റോളിൽ ഗില്ലിന്റെ പ്രകടനം മോശമായി തുടരുകയാണ്. ഈ വർഷം ഇതിനോടകം കളിച്ച 13 T20 ഇന്നിംഗ്സുകളിൽ ഒരു അർദ്ധ സെഞ്ചുറി പോലും ഗിൽ നേടിയിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. ഈ മോശം പ്രകടനത്തിന്റെ പേരിൽ അദ്ദേഹം വലിയ വിമർശനങ്ങളും നേരിടുന്നുണ്ട്. ഫോം മോശമായിട്ടും ഗില്ലിന് തുടർന്നും അവസരം ലഭിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ വൈസ് ക്യാപ്റ്റൻ പദവിയാണെന്ന അശ്വിന്റെ വാദത്തിന് ഈ കണക്കുകൾ ശക്തി നൽകുന്നു. ഫോമില്ലായ്മ ടീമിനെ ബാധിക്കുമ്പോഴും ഭാവി നേതൃത്വത്തിനായി ഒരു കളിക്കാരനെ പിന്തുണയ്ക്കാനുള്ള ടീം മാനേജ്മെന്റിന്റെ തന്ത്രപരമായ നീക്കമായാണ് ഇതിനെ കാണേണ്ടത്. സഞ്ജു സാംസന്റെ വിഷയത്തിൽ ഉയർന്ന ചർച്ചകൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ സെലക്ഷൻ നയങ്ങളിലെ ഘടനാപരമായ വെല്ലുവിളികളിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. സഞ്ജുവിനെ പോലൊരു പ്രതിഭാധനനായ ബാറ്റ്സ്മാന് അദ്ദേഹത്തിന് സ്വാഭാവികമായി കളിക്കാൻ കഴിയുന്ന ടോപ്പ് ഓർഡറിൽ അവസരം ലഭിക്കുന്നില്ല. പകരം അദ്ദേഹം ഫിനിഷർ റോളിൽ പരീക്ഷിക്കുകയും ആ റോളിൽ മികവ് തെളിയിച്ച് ജിതേഷ് ശർമ്മയ്ക്ക് മുന്നിൽ അവസരം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഗില്ലിനെ പോലുള്ള താരങ്ങൾക്ക് ഫോമില്ലായ്മ ഉണ്ടായിട്ടും ഭാവി നേതൃത്വത്തിനായുള്ള തന്ത്രപരമായ പരിഗണന ലഭിക്കുമ്പോൾ അത് സഞ്ജുവിനെ പോലുള്ള താരങ്ങളുടെ സാധ്യതകളെ ഇല്ലാതാക്കുന്നു. സഞ്ജുവിന് സ്ഥിരമായ ഒരു പൊസിഷനിലും മതിയായ എണ്ണം മത്സരങ്ങളിലും അവസരം ലഭിച്ചിട്ടില്ല എന്ന വിമർശനം ഇപ്പോഴും നിലനിൽക്കുന്നു. അശ്വിന്റെ ഈ നിരീക്ഷണങ്ങൾ സഞ്ജു സാംസന്റെ ഇന്ത്യൻ T20 ടീമിലെ ഭാവി ഏതാണ്ട് അവസാനിച്ചു എന്ന് പറയാതെ പറയുന്നതിന് തുല്യമാണ്. ഇനി ഏകദിന ഫോർമാറ്റിലും ടെസ്റ്റ് ക്രിക്കറ്റിലുമായിരിക്കും സഞ്ജുവിന് പ്രതീക്ഷ വെക്കേണ്ടി വരിക.